അപ്പോൾ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നീ ബൾക്കിംഗ് ചെയ്യോ അതോ വെയിറ്റ് ലോസ് ചെയ്യോ? ഇതിന്റെ ആൻസർ എത്ര പേർക്ക് അറിയാം? സോ അപ്പോൾ ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 8 ഓഫ് അവർ 3 വീക്സ് ട്രാൻസ്ഫോർമേഷൻ ചാലഞ്ച്. സോ ഒരു ഗ്യാപ്പിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം മസിൽ ലോസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ഫാറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ അസസ് ചെയ്തിട്ടാണ് നിങ്ങൾ ബൾക്കിങ്ങോ അതോ കട്ടിങ്ങോ ബെറ്റർ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾ ഒരു ഷോർട്ട് ടേം ബ്രേക്ക് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ വലിയ ചേഞ്ച് വരാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുമ്പ് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന ടൈമിലുള്ള ഡയറ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ മസിൽ ലോസ് വന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫാറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റിന്റെ ലെവൽ നല്ല രീതിയിൽ കുറയ്ക്കണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. ദാറ്റ് ഈസ് ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കുറയും. സോ നിങ്ങൾ ഓവറായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മസിൽസിൽ മുൻപത്തെ പോലെ ഗ്ലൈക്കോജൻ ആയിട്ട് അത് സ്റ്റോർ ആവത്തില്ല. അത് നിങ്ങളെ ലിവറിൽ പോകും. ആൻഡ് ലിവർ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ആവും. ആൻഡ് അത് എക്സ്ട്രാ ആയിട്ട് ഫില്ലായി കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ട്രൈഗ്ലിസറൈഡ് ആയിട്ട് ഫോം ചെയ്ത് നിങ്ങളുടെ ബോഡിയിൽ ഫാറ്റ് ആയിട്ട് ഡിപ്പോസിറ്റ് ആവും. ആൻഡ് ഇത് പഴയ രീതിയിൽ തിരിച്ചു വരണമെങ്കിൽ മോർ ദാൻ 1 വീക്ക് എങ്കിലും ആവും. സോ അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ സെലക്റ്റീവ്ലി ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് എടുത്ത് കഴിക്കണം. അതായത് ഇങ്ങനത്തെ ഫുഡ് കഴിച്ചാൽ നിങ്ങളുടെ ബോഡിയിൽ ഇൻസുലിൻ അത്ര റിലീസ് ആവത്തില്ല. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഇൻ എ കാലറി ഡെഫിസിറ്റ്. അപ്പോൾ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ബെസ്റ്റ് കാർബോഹൈഡ്രേറ്റ് സോഴ്സസിന്റെ ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലസ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വീക്കിൽ ഫോളോ ചെയ്യേണ്ടതെന്ന് ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ചാർട്ട് വേണമെങ്കിൽ എന്തെങ്കിലും കമന്റ് ഈ വീഡിയോന്റെ അടിയിൽ ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് അയച്ചു തരാം. ബട്ട് ശരിക്കും ഈ കാർബോഹൈഡ്രേറ്റ് ഒരു കംപ്ലീറ്റ് വില്ലനാണോ? അപ്പോൾ ഫോളോ ചെയ്ത് വെച്ചോ. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ പഠിക്കാം.